ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആദ്യം തുടങ്ങിയിട്ടുള്ള ന്യൂസ് ചാനലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെയൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള 2, 3, 4 ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടി വെച്ചാൽ അതിനേക്കാൾ അവരുടെ പകുതി പോലും എന്നിട്ടും വരില്ലായിരുന്നു. പക്ഷേ ആ കാലമൊക്കെ അസ്തമിച്ചു. നമുക്കറിയാം, ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലും പിന്നീട് 24 ന്യൂസും ഒക്കെ തന്നെ വലിയ വെല്ലുവിളികൾ ഏഷ്യാനെറ്റിന് ഉയർത്തിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന, റേറ്റിംഗിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു ചാനൽ ഏഷ്യാനെറ്റാണ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പഴയ കുറേ ആളുകൾ കാണുന്നത് കൊണ്ടാണ്. അതേസമയം ഒരു ന്യൂജൻ ആളുകൾ, പുതിയ തലമുറയൊക്കെ തന്നെ കൂടുതലായി റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തിയിരിക്കുന്നു, 24 ന്യൂസിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റേറ്റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയൽ എളുപ്പമല്ല. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. കാരണം പഴയ പൊസിഷൻ ഏതാണ്ട് അവരൊക്കെ തന്നെ നിലനിർത്തുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ട് പോലും അവർ പോലും വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കേരളീയ സമൂഹത്തിൽ ചെലുത്തി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും ഏഷ്യാനെറ്റിൻ്റെ നിഷ്പക്ഷത കഴിഞ്ഞ കുറേ നാളുകളായി കൈവിട്ടിരുന്നു. കാരണം ഏഷ്യാനെറ്റ് പിണറായി വിരുദ്ധത പടച്ചുവിടാനും കൂടാതെ വി ഡി സതീശൻ മീഡിയയായി മാറാനുമൊക്കെ അധികം സമയമെടുത്തില്ല. പലപ്പോഴും വിനു വി ജോണിൻ്റെയൊക്കെ ചർച്ചകൾ ഞാൻ കൃത്യമായി കേട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ലാതായി. ചിലപ്പോൾ കേൾക്കില്ല എന്നുള്ളതായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 3-4 പേരെ വിളിച്ചിരുത്തി പിണറായി വിജയനെ ചീത്ത പറയുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് യാതൊരു അജണ്ടയുമില്ല. കൃത്യമായിട്ടുള്ള യാതൊരുവിധ കാരണങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഒരേ മുഖങ്ങൾ, അതായത് ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ ജയശങ്കർ വക്കീലും ഒക്കെ തന്നെ വന്നിരുന്ന് വെറുതെ എല്ലാ കാര്യത്തിലും, റോക്കറ്റ് സയൻസ് ആണെങ്കിലും ശരി, നാളെ ഈ പറയുന്ന പോലെ മണ്ണിടിച്ചിലാണെങ്കിലും ശരി, ഏതിനെക്കുറിച്ചും അവരൊക്കെ തന്നെ അഭിപ്രായം പറയുന്നൊരു കാര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ കൂടാതെ വിനു വി ജോൺ ഏതാണ്ട് വി ഡി സച്ചിൻ്റെ PR ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻ പദവി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇൻ്റർവ്യൂവുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏഷ്യാനെറ്റിന് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിൻ്റെ കൃഷ്ണമോഹൻ അബിൻ വർക്കിയുടെ ആറന്മുളയിൽ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ക്യാമ്പിൽ സന്ദർശിച്ചിരുന്നു. ആ ക്യാമ്പിൽ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പിണറായി വിജയനായിരുന്നെങ്കിൽ എത്ര ഭേദം, ഈ ഗവൺമെൻറ് എന്തിനാ എന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞത് അവിടെ വെളിച്ചമില്ല, അതുപോലെ തന്നെ കുളിക്കാൻ വെള്ളമില്ല എന്നുള്ളതെല്ലാമാണ് പറഞ്ഞത്. ഇതെല്ലാം പറയുമ്പോൾ ഈ റിപ്പോർട്ടറായിട്ടുള്ള കൃഷ്ണമോഹൻ കൂടി അത് പറയുന്നുണ്ട്. കാരണം ഇവിടെ വെളിച്ചമില്ലല്ലോ, വെള്ളമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അനാഥരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ കൂടി വന്നിട്ട് പറയുന്നുണ്ട്, ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക ഇന്നലെ വൈകുന്നേരം ചോദിച്ചതാണ്, പക്ഷേ ഇന്ന് രാവിലെയാണ് അത് തരുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്തതുകൊണ്ട്, ഭാഗ്യത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് അത് കട്ട് ചെയ്തില്ല, ലൈവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ബൈറ്റായി വിട്ടതുകൊണ്ട് അത് വലിയ വൈറലായി നമ്മൾ മാറി. അപ്പോൾ വൈറലായി മാറിയതിന് ശേഷം ഇന്നലെ അബിൻ വർക്കി അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ത്രീയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ബിജിലി എന്ന് പറയുന്ന CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ, ആ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഇത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നത്. ഇത് സർക്കാർ വെറും പൊളിയാണ്, ഇത് ക്യാമ്പ് വെറും ദുരന്തമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കാണിച്ചതിന് ശേഷം വീണ്ടും ആണ് ഈ ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കിയുള്ളവർ ചൂടാകുന്ന അടക്കം കാണിക്കുന്നുണ്ട്, ചില ഉദ്യോഗസ്ഥരടക്കം. അപ്പോൾ ഇതെല്ലാം കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ന്യായീകരണവുമായിട്ട് അബിൻ വർക്കി വന്നിട്ടുള്ളത്, ഇത് ബിജിലി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് ആ സ്ത്രീ പറയുന്ന ഒരു ബൈറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ആ സ്ത്രീ പറയുന്നത് ഇത് പറഞ്ഞു കൊടുത്ത് പറയിച്ചതാണെന്നുണ്ടെങ്കിൽ പോലും ആ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജും അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ ലാംഗ്വേജും ഒക്കെ കേട്ടാൽ നമുക്കറിയാം അവർ വളരെയധികം ഉള്ളിൽ തട്ടിയത് പറഞ്ഞതാണ്, അല്ലാതെ ഏതെങ്കിലും ഏരിയ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ കൃഷ്ണമോഹൻ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർക്ക് അത് കേൾക്കാൻ കഴിയുമായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറും അത് കേട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറും കൂടി പറയുന്നുണ്ട്, ഇവിടെ എന്താ വെളിച്ചമില്ലാത്തത്, ഇവിടെ എന്താ കറണ്ട് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ 60, 70, 80ഓളം വരുന്ന ആളുകൾ താമസിക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പുകൾ, 70ഓളം കുടുംബങ്ങളാണെന്ന് പോലും ഈ സംശയമുണ്ട്, അത്തരം താമസിക്കുന്ന ക്യാമ്പുകളാണ്. ആ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്ത് കാണിക്കുന്നത്
ഏതാനും ചില വിദ്യാർത്ഥികളൊക്കെയാണ്. അപ്പോൾ അവർ വോളണ്ടിയേഴ്സായിട്ട് എത്തിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് ഈ കൃഷ്ണമോഹൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കൂടി കേൾക്കണം. എന്താണെങ്കിലും അവരെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ എന്ന് കൂടി അറിയില്ലല്ലോ. പക്ഷേ അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അതേ ബൈറ്റിൽ തന്നെയുള്ളത് ഇത് ഞങ്ങൾ SFIക്കാരും അതുപോലെ തന്നെ KSUക്കാരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും അവർക്കില്ല. അതെല്ലാം പറയുമ്പോൾ ഞങ്ങളത് ഏകോപിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് AP അനിൽകുമാർ തന്നെ പറയുന്ന മറുപടി, വീടുകളിൽ താമസിച്ചിരുന്നവരല്ലേ, അവർ ക്യാമ്പുകളിലേക്കൊക്കെ വരുമ്പോൾ മുഴുവനായും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിയില്ല. പക്ഷേ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം യഥാർത്ഥത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ വാർഡ് മെമ്പറും പറയുന്നത്, ഞാൻ ഇന്നലെ രാത്രി 10:30 പോകുന്നവരെ ഇവിടെ ജനറേറ്റർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പ്രകാശമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വരുമ്പോഴും കുഴപ്പമില്ല. പിന്നെ ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, അബിൻ വർക്കിയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെയുള്ള മൊത്തത്തിൽ ഈ സ്ത്രീ മാത്രമല്ല മറ്റെല്ലാവരും തന്നെ ഇതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീയോട് വീണ്ടും ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ ഗവൺമെൻറ്റിനുമെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതുകൂടി മാറ്റിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അവർ രാവിലെ പറഞ്ഞ ബൈറ്റിൽ അവർ വളരെ ഉള്ളിൽ തട്ടി രോഷാകുലയായി പറഞ്ഞതാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പാളിച്ചകൾ ഇത് കൂടാതെയുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി മൂഴിയാർ ഡാം തുറന്നു വിട്ടിരുന്നു. അത് രാത്രി 1 മണിക്കാണ്. 1 മണിക്ക് തുറന്നു വിടുന്നതിന് മുമ്പ് 8 മണിക്കാണ് KSEB ഒരു പ്രസ് റിലീസ് ഇറക്കിയേക്കുന്നത്. KSEB പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനപ്രതിനിധികളോടോ MLAയോടോ മറ്റാളുകളോടോ പോലും പ്രധാനപ്പെട്ട ആളുകളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ റാന്നിയിലൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള നിരവധി കച്ചവടക്കാർക്ക് ഈ ഓണത്തിന് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കൊന്ന് എടുത്തു മാറ്റാനോ എങ്ങോടെങ്കിലും കുറേയെങ്കിലും രക്ഷപ്പെടുത്താനോ വേണ്ടി സമയം കിട്ടുമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള സമയം കിട്ടിയില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ എബിൻ വർക്കിയെ പോലെയുള്ള ആളുകൾ ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി മാത്രം രംഗത്ത് വന്നിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇത് ഏഷ്യാനെറ്റിനൊരു വലിയ അപളി പറ്റി. രണ്ടാമത് ഇതൊരു വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കുകയും ഈ സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയം പറയല്ലേ എന്ന് കെഞ്ചുകയും ചെയ്യുന്ന അബിൻ വർക്കിയോട് ചോദിക്കാറുള്ളത്, ഈ മൂഴിയാർ ഡാം തുറന്നു വിട്ടത് ഇതുപോലെ പ്രശ്നമാക്കിയതുകൊണ്ടാണ് കക്കയം ഡാം തുറന്നു വിടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ടായത്. യഥാർത്ഥത്തിൽ മൂഴിയാർ ഡാം തുറന്നു വിടുമ്പോൾ അവരുടെ മൈക്ക് അനൗൺസ്മെൻ്റ് അടക്കം നടത്തേണ്ടതാണ്. മഴയാകുമ്പോൾ അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അവിടുത്തെ വാർഡ് മെമ്പർമാരെയും ജനപ്രതിനിധികളെയും MLAമാരെയും എല്ലാം അറിയിക്കേണ്ടതാണ്. പക്ഷെ അതുപോലും അറിയിച്ചിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇത്തരത്തിലുള്ള കുറ്റകരമായ അലംഭാവത്തിന് ക്യാപ്സ്യൂളുകൾ മാത്രം മതിയാവില്ല എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. അതുപോലെ പഴകുളം മധു എന്ന് പറയുന്ന റാന്നി MLA പറഞ്ഞിരിക്കുന്നത് പോലെ ഇനിയെങ്കിലും ആ ഡാമുകളിലടക്കം അതുപോലെ അവിടെയുള്ള തോടുകളിലടക്കം അവിടെയുള്ള കുളങ്ങളിലടക്കം ഇതുപോലെ ജലങ്ങൾ സംഭരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലടക്കം അടങ്ങിയിട്ടുള്ള ചെളിയും മണലുകളും എല്ലാം നീക്കം ചെയ്യട്ടെ. ആ ചെളിയും മണലും പമ്പയാറിൽ പോലും നീക്കം ചെയ്യാത്തത് കൂടിയാണ് ഇത്ര വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. കൂടാതെ ഈ ഡാമുകളൊക്കെ തന്നെ തുറന്നു വിടുമ്പോഴുള്ള മാനേജ്മെൻറ്റിലെ പിഴവുകളും ഇതിനെക്കുറിച്ച് 2018 അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം VD സതീശൻ നടത്തിയിട്ടുണ്ട് നിയമസഭയിൽ. പക്ഷേ പ്രസംഗം മാത്രം കൊണ്ട് കാര്യമില്ല, ഡയലോഗ് മാത്രം കൊണ്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ളതാണ് അബിൻ വർക്കിയോടും ഈ പറയുന്ന പഴകുളം മധുവിനോടും VD സതീശനോടും എനിക്ക് പറയാനുള്ളത്.